വളരെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേങ്കിൽ പിന്നീട് നമുക്ക് അതിനൊരു ജീവിതത്തിന് അതിനൊരു സാഹചര്യം കിട്ടില്ല. എഴുതുവാനോ വരയ്ക്കാനോ ഒക്കെ കൊണ്ടുള്ളൊരു സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നേരത്തെ ഒക്കെ പത്രങ്ങളിലൊക്കെ കാർട്ടൂണൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും സാധിക്കത്തില്ല. കാരണം അതിനെ ചെയ്ത് നമ്മൾ ആ ഫീൽഡ് വിട്ടു. അതുകൊണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ കൊണ്ട് ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ ഇപ്പം സത്യത്തിൽ ഓട്ടോ ഓടിക്കുകയാണ്. ആ ഓട്ടോ ഓടിക്കുന്ന സമയങ്ങളിൽ നമുക്ക് പല പല കാഴ്ചകൾ നമുക്ക് കാണാനെ കൊണ്ടൊക്കെ സാധിക്കും. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഒരു ദിവസം കോന്നിയിൽ ഇങ്ങനെ ഞാനൊരു ഓട്ടം പോയി അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫുട്പാത്തിൽ കണ്ട ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു കവിത എഴുതാനെ കൊണ്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഒരു 10-18 വയസ്സുള്ള ഒരു പയ്യനെ ആ ഫുട്പാത്തിലെ അവന് ഭ്രാന്ത് പിടിച്ച മാതിരി അവനവിടെ ഓരോ വേലകൾ കാണിക്കുക, റോഡിൽ പോകുന്ന ആൾക്കാരെല്ലാം അടിക്കുക, ആക്രമിക്കുകയാണ്. അതിൻ്റെ കാര്യം തന്നെ 10 രൂപയാണ് അവൻ ചോദിക്കുന്നത്. കാരണം അവൻ മദ്യപിച്ച് അവന് നടക്കാനും വയ്യ, ഒന്നും വയ്യ. അത് രീതിയാണ് ഈ 10 രൂപ ചോദിക്കുന്നുണ്ട്. വീണ്ടും മദ്യപിക്കാൻ വേണ്ടി പല ആൾക്കാരുടെ അടുത്ത് വന്ന് പൈസ ഇങ്ങനെ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ നമുക്ക് വിഷമമുണ്ടായി. നമ്മുടെ ഈ പുതിയ തലമുറയുടെ ആ രീതിയെക്കുറിച്ച് അങ്ങനെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവുകയും അങ്ങനെയാണ് ഞാൻ ഈ ശലഭം എന്ന ഗാനം രചിക്കാനെ കൊണ്ട് എനിക്ക് പ്രചോദനമായത്. ആ പയ്യന് അക്രമാസക്തമായിരിക്കുകയാണ്, ജനങ്ങളെ മൊത്തം ആക്രമിക്കുകയാണ്, എല്ലാവരും വഴിമാറി പോവുക അവനെ പേടിച്ചിട്ട്. അവന് യഥാർത്ഥത്തിൽ മദ്യപിക്കാൻ വേണ്ടിയുള്ള പൈസയാണ് ചോദിക്കുന്നത്. അപ്പോൾ അന്ന് അവിടെ നിന്ന് വന്നതിന് ശേഷം ഞാൻ ചെറുതായിട്ട് അതിൻ്റെ വരികളൊക്കെ ഒന്ന് എഴുതാൻ തുടങ്ങി. പക്ഷേ ഇത് കുറച്ച് എഴുതിയ സമയത്താണെങ്കിലും എൻ്റെ കൂട്ടുകാരെയൊക്കെ ഞാൻ കാണിച്ചപ്പോഴേ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവരാണ് ഇതിനൊരു പ്രചോദനം തന്നത്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മനസ്സിലും ചിന്തിച്ചു, നമ്മളാണ് ഇതിനെക്കുറിച്ച് എഴുതേണ്ടത്, മറ്റാരുമല്ല, നമ്മൾ തന്നെ എഴുതണം എന്ന് ഞാൻ ചിന്തിച്ച് അങ്ങനെ ആണ് അത് എഴുതിയത്. കൂട്ടുകാരുടെയും ഒക്കെയുള്ള പ്രചോദനം കൊണ്ട്, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് സമയം കിട്ടിയത് നമ്മൾ ഈ ഓട്ടോ ഒക്കെ പോകുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എഴുതും. പിന്നെ അല്ലെങ്കിൽ രാത്രി വീട്ടിൽ വന്നതിന് ശേഷമൊക്കെ എഴുതാൻ ശ്രമിക്കും. നമ്മൾ എഴുതാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും വരികൾ കിട്ടണമെന്നില്ല. കൂടുതലായിട്ടും സ്റ്റാൻഡിൽ കിടക്കുന്ന സമയത്ത്, പിന്നെ ഓട്ടോ ഒക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, അതൊക്കെ അങ്ങനെയാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ വരികൾ എല്ലാം എഴുതിയതിന് ശേഷം അത് റെക്കോർഡ് ചെയ്ത് ഞാനൊന്ന് കേൾപ്പിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ് കോന്നി ഗ്രാമപഞ്ചായത്തുമൊക്കെ ആയിട്ട് സംസാരിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ റോജി അബ്രഹാമിനെ കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത് വെറുതെ വിട്ട് കളയേണ്ട ഒരു സോങ് അല്ല, ഇത് നല്ലതായിട്ട് തന്നെ ജനങ്ങളെ കേൾപ്പിക്കണം, വരും തലമുറയ്ക്ക് പ്രചോദനം കിട്ടുന്ന, അല്ലെങ്കിൽ ഈ ലഹരിയിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മനസ്സിൽ ഒരു ചിന്താഗതി ഉണ്ടാകുന്ന കവിതയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇത് വിട്ടുകളയരുത്. നമുക്ക് കോന്നി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ എക്സൈസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് നല്ല ഒരു ലോഞ്ചിങ് ഒക്കെ ചെയ്യാം. ഇപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ചിന്തിച്ചിരുന്നത് നമ്മൾ പൈനാവണ സ്കൂളിലെ ചെറുതായിട്ടൊരു പ്രോഗ്രാമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്നൊക്കെ ഓർത്തിരുന്നതാണ്. അവിടുത്തെ PTA പ്രസിഡന്റും HM പോലെ അവിടെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന, പിന്നെ എൻ്റെ കുറേ സുഹൃത്തുക്കളോട്. പക്ഷേ ഈ ഗാനം അവരൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കെല്ലാം വളരെ ഇൻട്രസ്റ്റ് ആകുകയും അവരെല്ലാവരും ഇതൊക്കെ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ എക്സൈസിൻ്റെ അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ നമ്മുടെ രാജു സാറ്, അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇത് നമുക്ക് നല്ലതായിട്ട് തന്നെ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തി ജനങ്ങളെ ഇത് കേൾപ്പിക്കണം. ഇത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എല്ലാവർക്കും നമുക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ലോകം മൊത്തം എത്തുന്ന രീതിയിലൂടെ ആക്കിയെടുക്കാൻ കൊണ്ട് സാധിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ് നമ്മളിങ്ങനെ ഇന്ന് പൈനാവണ സ്കൂളിൽ വെച്ച് അവിടുത്തെ PTAയും HM അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാരവാഹികൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണ്, ശ്രീ രാജു സാറ് എല്ലാവരും ചേർന്നിട്ടാണ് ഇന്നത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൊണ്ട് ആ സോങ് ഇത്രയും വലിയ ഒരു ആഴത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ആദ്യം ഞാൻ എഴുതിയ സമയത്തൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പം വളരെ സന്തോഷവാനാണ് ഞാൻ. ഞാൻ ഒന്ന് ചിന്തിക്കും, എനിക്കൊന്ന് മനസ്സിലാകുന്നു, ഈ കവിത നമ്മുടെ ലോകം മൊത്തം ഏറ്റെടുക്കും എന്നുള്ളത് ഉറപ്പാണ്.